ദിലീപിൻ്റെ കാര്യം പറയാനായിട്ട് വന്ന ദിലീപിൻ്റെ കേസ് മാന്യമായിട്ട് അത് സർക്കാർ വിധിച്ച്. ഈ ലോകത്ത് ഞങ്ങളുമൊക്കെ കോടതിയും കേസും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളും 10-53 വർഷം കൊണ്ട് ജീവിക്കുക. ഒരു കുറ്റം ചെയ്യാത്ത ഒരുത്തനെ ഇത്ര നീചമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ഈ പെണ്ണുങ്ങളെ വേണം ആദ്യമേ പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിടാൻ. കാരണം ഈ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ അറിയാം ഇതാരാ ചെയ്തതെന്ന്. ദിലീപല്ല ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നവരെയാണ് ശിക്ഷിച്ചത്. സാമാന്യ മര്യാദയുള്ളവർക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. രാവിലെയും വൈകുന്നേരത്തും അന്തിപ്പാരാത്രിക്കും കുറേ പെണ്ണുങ്ങൾ ചൂട്ടും കത്തിച്ച് വിറവും കത്തിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അതിജീവിതയ്ക്ക് ഞങ്ങളാണ് സംരക്ഷണം കൊടുക്കുന്നത്. അതിജീവിതയ്ക്ക് അന്ന് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ലായിരുന്ന. അതിജീവിതയെ കണ്ട ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു പീഡന കേസിലെ പ്രതിയാണെന്ന് അതിജീവിതയെ കണ്ട ലോകത്താരും പറയത്തില്ല. അതിജീവിതയെ കണ്ട ഇന്ന് നല്ല രീതിയിൽ അതിജീവിത ജീവിക്കുന്നത്. ഓരോ പെൺപിള്ളാരെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു, അമ്മമാരെ പീഡിപ്പിക്കുന്നു, അച്ഛന്മാരെ അടിച്ചു കൊല്ലുന്നു. അതിനൊന്നും ഒരുത്തികളെയും കാണുന്നില്ല. ഇവൾക്കൊക്കെ വേറെ വേലയില്ലേ വീട്ടുകളിൽ? ഇവളൊക്കെ ഇങ്ങനെ കയറിയെന്ന് തോന്നിവാസം പറഞ്ഞു നടക്കുന്നത്. ഇവളൊക്കെ കുടുംബങ്ങൾ നോക്കുന്നത്, ഇവളൊക്കെ മക്കളെ നോക്കാതെ ഇവളൊക്കെ ഈ ദിലീപിൻ്റെ പുറകെ കിടക്കുന്നത്. അപ്പോൾ ദിലീപല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിന് ഇത് മനസ്സറിവില്ലെന്ന് ഇവളുമാർക്ക് എല്ലാവർക്കും അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് ദിലീപിനെ ക്രൂശിച്ച് എങ്ങനെയെങ്കിലും അവനെ ജയിലിനകത്ത് അടച്ചാലേ ഇവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 10 ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത ഒരു സിനിമാ ലോകം നശിപ്പിച്ച് വെണ്ണൂറടിപ്പിച്ച് ഈ പെണ്ണുങ്ങൾ ഇത്രയും കൂടെ ചേർന്ന് ഈ പെണ്ണുങ്ങളെ ഏത് രാജ്യത്ത് കൊണ്ടുവന്ന് നിർത്തും? ആർക്കും ജീവിക്കണ്ടേ? കുടുംബപരമായി വേല ചെയ്ത് ആർക്കും ജീവിക്കണ്ടേ? ഈ ദിലീപിൻ്റെ പേരും പറഞ്ഞ് നാൾക്ക് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്തുവാ ഭാഗ്യലക്ഷ്മി, ഇവക്കൊക്കെ വേറെ വേലയില്ലേ? ഇവളൊന്നും വീട്ടിൽ ജോലിയില്ലേ? ഇവളൊക്കെ അരിയടിച്ചും ആട്ടിയും മിറ്റം തൂത്തും തേച്ചു മഴയ്ക്കും തുണിയലയ്ക്കും ഒന്നും ജീവിക്കാത്തതുകൊണ്ടാണ് ഇവക്കൊക്കെ ഈ കഴപ്പറങ്ങി നടക്കുന്നത്. ഒരു രമ്യ നമ്പീശനും ഒരു മഞ്ജു വാര്യർ ആര്? മഞ്ജു വാര്യരും ദിലീപിന് മാത്രമേ ഉള്ളൂ 2 പെമ്മക്കളുള്ളത്. ലോകത്ത് വേറെ ആർക്കും ഇല്ലേ പെമ്മക്കൾ? അഖിൽമാരാർക്ക് 2 പെമ്മക്കൾ. അനുഭവിക്കൂടാ എന്ന് പറയാൻ അവ അനുഭവിക്കത്തില്ല. മഹാദേവ അവൻ്റെ കൂടെ. മഹാദേവനെക്കുറിച്ച് എന്തറിയാം ഈ പറയുന്നവർക്ക്? മഹാദേവൻ ആരെന്ന് വിചാരിച്ച്? സത്യത്തിനും ധർമ്മത്തിനും കൂട്ടി നിൽക്കുന്നതാണ് മഹാദേവൻ. തെറ്റ് ചെയ്യുന്നവനോട് ഒരിക്കലും മഹാദേവൻ കൂട്ടിക്കത്തില്ല. മനസ്സിലായ? ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് യൂട്യൂബിനകത്ത് മൊത്തം അപരാധങ്ങൾ എഴുതിയിടുക, പറയുന്നവരെ ചീത്ത വിളിക്കുക, പറയുന്നവരെ അനാവശ്യങ്ങൾ പറയുക. ഇവളുമാരെ ഒതുക്കാനൊരു വഴിയുണ്ടോ ഇല്ലെന്ന് ഞങ്ങളൊരു 500 പെണ്ണുങ്ങളും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിന് വേണ്ടുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ. എടുത്തിട്ടേ ബാക്കി പെണ്ണുങ്ങളെ സംഘടിക്കത്തുള്ളൂ. ഇവളുമാരെന്ത് കണ്ടോണ്ടാണ് തുനിഞ്ഞിറങ്ങുന്നത്? മഞ്ജു വാര്യർക്ക് മോളെ വേണമെങ്കിൽ മഞ്ജു വാര്യർ കൊണ്ടുപോയി വളർത്താമെന്ത്? മഞ്ജു വാര്യർ എന്തിന് ദിലീപിനെ കളഞ്ഞ്? ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങൾ ബന്ധം ഒഴിയുന്നു, എത്രയോ പുരുഷന്മാർ കിടന്ന് അനുഭവിക്കുന്നു. പുരുഷന്മാരെ മാത്രം ക്രൂശിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടിറങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങളാണ്. ഇത് എന്തിൻ്റെ കേടുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നത്? യൂട്യൂബ് തുറക്കണ്ട, ഓരോരുത്തരും സന്ധ്യയാകുമ്പോൾ അക്കൗണ്ട് തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് വരും. ഉടുതുണിയില്ലാതെ കയറിയിരുന്നുകൊണ്ട്. വീട്ടിലുള്ളവർക്കൊന്നും കാണണ്ടേ? ആളുകൾക്കൊന്നും അറിയണ്ടേ? കൊച്ചു ആമ്പിള്ളാരും പെമ്പിള്ളാരും നശിച്ച് വെണ്ണൂറടിച്ച് ഇവളുമാരെ കാരണം. കഞ്ചാവ് അടിച്ചും കണ്ടവന്മാരെ പിടിച്ചും കണ്ടടം നിങ്ങളെ തിരങ്ങി കുറേ സിനിമാ ലോകത്ത് കൊണ്ടുവന്ന് പണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തോന്നിയവസമായിട്ട് ജീവിക്കുന്ന ഇവളുമാർ പറയുന്ന കേൾക്കാൻ മാത്രമാണ് കോടതി. പരമോന്നത കോടതിക്ക് ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് വെച്ച് അവരതെല്ലാം ചെയ്യുന്നത്. ഹണി എന്ന് പറയുന്ന ജഡ്ജി നീയൊക്കെ വിചാരിക്കുന്നതാണെങ്കിൽ വെറും തറയല്ല. നീയൊക്കെ കയറുന്ന ജഡ്ജി എടുത്തതെന്ന് പറയാത്തതെന്ത്? ജഡ്ജി ഇത് ചെയ്തത് ശരിയല്ലെന്ന് അത് പറയാനെന്ത് കയറാത്ത അതിനകത്തോട്ട്? കോടതിക്ക് അകത്ത് കയറി ചങ്കൂറ്റത്തോടെ തൻ്റെ അടുത്തോടെ പറയാനെന്ത്? അയ്യോ ജഡ്ജിയെ ഇത് ചെയ്യുന്നത് ശരിയല്ല, തെറ്റുകാരൻ ദിലീപാണ് ഞങ്ങൾ കണ്ട്. ഏതവളെങ്കിലും കണ്ട ദിലീപിൻ്റെ പ്രശ്നങ്ങൾ? ആരെങ്കിലും കണ്ട? ആ ലാലിൻ്റെ മോനെയും പിടിച്ച് കുമ്പൂറ്റിക്ക് 4 ഇടി കൊടുക്കാമെങ്കിൽ ഈ സത്യങ്ങളെല്ലാം വെളിയിൽ വരും. അവൻ്റെ വീട്ടിലോട്ടല്ലേ ഇവൾ ഓടി കയറിയത്? ഇവളെന്താ കൊണ്ടുപോയി റേപ്പ് ചെയ്തെന്നു? ദിലീപ് റേപ്പ് ചെയ്താൽ എവിടെയെങ്കിലും പ്രസവിച്ചാൽ? ആ കൊച്ചിനെയൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണം നാട്ടുകാർക്ക്. ഇവളൊരുങ്ങി പിറ്റേന്ന് തന്നെ ഷൂട്ടിങ്ങിന് വന്ന് കല്യാണം കഴിക്കുന്നു, പീഡിപ്പിക്കുന്നതും പീഡന പ്രതികളെയും ദേഹത്ത് പിടിച്ചെന്ന് പറയും. എങ്ങും തൊട്ടിട്ടില്ല അവൻ. അതും പറയണമല്ലോ, അവൻ എവിടെയും കയറി പിടിച്ച് വലിച്ചൊന്നുമില്ല. അവൻ പേടിപ്പിച്ച് അതിനകത്തിട്ട് ഇങ്ങനെ ആക്കി. അത് പറഞ്ഞങ്ങ് പരത്തി വലുതാക്കി കുറേ അവളുമാർ കച്ച കെട്ടി അങ്ങ് ഇറങ്ങി. ഉടുതുണി മുറുക്കി കൊടുത്തുകൊണ്ട് ചുറ്റി കൊടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങി. തിന്നാനും കുടിക്കാനും പോക്കില്ലാതെ കിടന്ന് ഇവളെയൊക്കെ സിനിമാ ലോകത്ത് കൊണ്ടുവന്ന് കൈപിടിച്ച് ഉയർത്തിയവനെ തന്നെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ദിലീപ് ഇവളെയൊക്കെ കുടുംബത്തിൽ ചെന്ന് ഇവളെയൊക്കെ ആ പെങ്ങന്മാരെ വിളിച്ചാൽ അത് അവരെ കുടുംബത്തിൽ കയറി വേറെ വല്ല പോക്കൃത്തരങ്ങളും കാണിച്ചാൽ ഈ പറയുന്നവൻ്റെ ബൈജു കൊട്ടാരക്കരയൊക്കെ ആര്? ഇവനൊക്കെ എന്ത് യോഗ്യതയുള്ളത് പറയാൻ? ഒരു യോഗ്യതയില്ല. അവരൊരു മക്കളെ ഉണ്ടാക്കി അവരൊരു വളർത്തും, അവരൊരു തലയിലെടുത്താണ് ഓരോന്ന് അനുഭവിക്കേണ്ടത്. ആ തലയിലെടുത്താണ് ദിലീപിനുണ്ടായത്. പെണ്ണുങ്ങൾ മുഖേന അവൻ അനുഭവിക്കണമെന്ന് യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അവൻ അനുഭവിച്ച് തീർന്ന്. ഇനി ഇവളുമാർ മുഖേന ഇങ്ങനെ അവൻ കേട്ടോണ്ടിരിക്കണം. നീയല്ല നിൻ്റെയൊക്കെ ഉപ്പുപ്പോ വിചാരിച്ച ഒരു കൂടെ നടക്കത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർ അവന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. നിന്നെ എന്നും കൊണ്ട് ലോകത്തിന് ഒരു ഗുണവുമില്ല.
വെറും ചെറ്റത്തരം പറഞ്ഞ് വിളമ്പാന്നല്ലാതെ. നിനക്കൊക്കെ ഇങ്ങനെ അനാവശ്യങ്ങൾ കയറിയുന്നതുകൊണ്ട് പറയാം. അഭിനയ നേതാവാണ് ഭാഗ്യലക്ഷ്മി, അവളെന്താണ് കാണിക്കുന്നത്? ഇരുന്നുകൊണ്ട് കാണിക്കുന്നതൊക്കെ കേട്ടെ. ഇവളൊക്കെ ഗുരുവായൂരമ്പലത്തിൽ മുടി അഴിച്ചിട്ട് ആട്ടിക്കൊണ്ട് ഞാനും ഇത് കാണുന്നവളെ അവൾ ആട്ടി അടിച്ചു വന്നപ്പോഴേ അറിയാം, ഈ സ്ത്രീകൾ ശരിയല്ലെങ്കിൽ ഈ ലോകവേ ശരിയാവത്തില്ല. പുരുഷന്മാരല്ല തെറ്റിയെന്ന്, സ്ത്രീകളാണ്. സ്ത്രീ എന്ന് വിളിച്ചാട്ടാ പുരുഷൻ വരുന്നത്. പുരുഷൻ വന്ന് വിളിച്ചാൽ സ്ത്രീക്ക് പറയല്ല ഓടാന്ന്, നീ എന്തിനാടാ എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കാം. നിനക്കെന്ത് കാര്യടാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതോ ചേട്ടാ എന്നെ വിളിക്കുന്നു, ഇയാൾ എന്തോ എൻ്റെ അടുത്ത് പറയുന്നത് ഒന്ന് ചോദിക്കണേ എന്ന് സ്ത്രീകൾക്ക് പറയാം. ഒന്നും പറയാം. സ്ത്രീസ്വാതന്ത്ര്യം കൂടി നാട്ടിൽ നടക്കാൻ വയ്യാതായി. കുട്ടിച്ചോരായി നാട്. ഒരു രമ്യ നമ്പീശൻ, ഒരു മഞ്ജു വാര്യർ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൂടെ ഇത്രയും കാലവും ജീവിച്ച് എല്ലാം കഴിഞ്ഞ് അവനും അവളും കൂടെ എന്തോ സംഭവിച്ചതെന്ന് നിനക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവളുമാർക്ക് വല്ലതും അറിയാവാ? ഈ പറയുന്നവന്മാർക്ക് വല്ലതും അറിയാവാ? പറയുന്ന വക്കീലിനെ ചീത്ത വിളിക്കും, മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞ് അവരെ ചീത്ത വിളിക്കും കയറിയിരുന്നുകൊണ്ട്. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അങ്ങ് ചീത്ത വിളിയാണ് കടന്ന്. എന്തിനാ ഇങ്ങനെ കടന്ന് വിളിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? ഒരു കോടതി വിധിച്ചു, ആ വിധി കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ പോയി ചെയ്യണം. അവൻ തെറ്റുകാരനല്ലെന്ന് ലോകത്തിലുള്ള സകലമായ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരുത്തനെ തെറ്റുകാരനാക്കാൻ മറ്റുള്ളവർ വിചാരിച്ചാൽ നടക്കത്തില്ല. അത് ഈശ്വരൻ വിചാരിക്കണം. തലയിലെടുത്ത് കൊണ്ടാ ആ ചെറുക്കൻ അനുഭവിച്ചത് അത്രയും. ആ തലയിലെടുത്ത് അവന് 2 കല്യാണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നടത്തും. കാവ്യ ഇവളെയൊക്കെ വീട്ടിൽ വടക്കുവശത്ത് നിന്നാ എത്ര അവളുമാർ മക്കളെയും കളഞ്ഞിട്ട് ഭർത്താവിനോടെ കിടന്ന് ഓടുന്നു. എത്ര സിനിമാ നടികൾ ബന്ധം ഒഴിഞ്ഞ് വീട്ടിൽ താമസിക്കുന്നു. എത്ര അവളുമാർ ആമ്പിള്ളാരെ തേക്കുന്നു. ഇതൊന്നും വിഷയമല്ല. ഒരു കാര്യങ്ങളും വിഷയം. ഒരു വേടൻ ഒരു പെണ്ണിനെ മാനസികവുമായി ശാരീരികവുമായി പീഡിപ്പിച്ച് ഫ്ലാറ്റിലെല്ലാം കൊണ്ടിട്ട് അവൻ്റെ പുറകെ കൂടി. അവൻ്റെ പാട്ട് കൊള്ളാം, അവനെ കൊള്ളാം, അവൻ നല്ലത്. ദിലീപ് കൊള്ളത്തില്ല. അവൻ ഒന്നുമില്ലെങ്കിലും പാവപ്പെട്ട സാധുക്കട വായി വെള്ളം വിടാതിരിക്കാനേ ഒരു വീടെങ്കിലും വെച്ച് കൊടുത്താൽ അവൻ ഇന്നും ജീവിക്കുന്നത്. അവനെപ്പറ്റി പറയുന്ന നിൻ്റെ എല്ലാം തല ഇടിച്ച് വീഴും. നീയെല്ലാം കണ്ടോ കാത്തിരുന്ന് നിന്നെയൊക്കെ കാണാം. നിൻ്റെ എല്ലാം വായിക്കാൻ നീയൊക്കെ കടന്ന് അനുഭവിക്കാൻ പോകുന്നേ. ഇതൊന്നും അല്ല ഈ പറയുന്നതിന്. പറയുന്നതിന് ഒരു ഭാവവും പറയുന്നവന് 101 ഭാവവും ചെയ്യുന്നവന് ഒരു ഭാവമാണ്. മനസ്സിലായ? ഒരുത്തനെ ക്രൂശിക്കാൻ നിനക്കൊന്നും ദൈവം ഒരിക്കലും അധികാരം തന്നിട്ടില്ല. അത് ബൈബിൾ വചനമാണ്. ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടില്ല. കാണുന്നതും കേൾക്കുന്നതും വല്ലടോ ഇരുന്ന് പറയുന്നതും കേട്ടോണ്ടങ്ങ് ഇറങ്ങും കൊടിയും പിടിച്ച്. ഇംഗ്ലീഷ വീട്ടിൽ ജോലി ചെയ്യണ്ടല്ല, ഒരു ജോലിയും ചെയ്യണ്ട. നേരം വിളിക്കുമ്പോൾ ഇറങ്ങിയാൽ മതി, കാശ് കൊടുക്കും. ഊണും കിട്ടും, 2000 രൂപയും കിട്ടും. അതും മേടിച്ചുകൊണ്ട് വന്നിരുന്ന് അതിജീവിതേ എന്ന് പറഞ്ഞാൽ അതിജീവിത എവിടെ വന്ന്? അതിജീവിതം വന്ന് ദിലീപാ ചെയ്തതെന്ന് പറഞ്ഞാൽ ദിലീപിനെ കണ്ട അതിജീവിത ഇല്ലല്ല. ഒരു ലോഹ റോഡ് കള്ളൻ പറഞ്ഞത് കേട്ടോണ്ടാ ഈയോ ദിലീപേ എന്ന് പറയും കുറേ ആളിഞ്ഞ മാധ്യമങ്ങളും. ഈ മഞ്ജു വാര്യർ പോയായിരുന്നല്ല നാട് വിട്ട് കൊച്ചിലെ. 10-40 വർഷത്തിന് മുമ്പ് എനിക്കറിയാവുന്നൊരു കഥയാണ്. മനോരമയ്ക്ക് ഞാൻ വായിച്ചതാണ്. ഇവൾ ഒരു സംവിധായകൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. ഇവക്ക് ഏത് പാതിവൃത്യം? ഇവക്ക് എന്തോത്തിനാ? അവൻ അന്തസ്സുള്ളവനുണ്ട്, അവളെ കല്യാണം കഴിച്ച് സ്നേഹിച്ചെടുത്ത്. അന്നേരം ഞങ്ങളൊക്കെ പറഞ്ഞു ആ പൂട്ട് സാരമില്ല, നല്ല ആ ചെറുക്കൻ അത് ചെയ്തല്ല, അവൾക്കൊരു നല്ല ജീവിതം കിട്ടില്ല. അവൾ ജീവിക്കണം. സ്ത്രീ കല്യാണം കഴിച്ചാൽ പുരുഷനോടൊപ്പം ജീവിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകണം. അല്ല നാട്ടുകാരെ കയറി യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് അയാളിങ്ങനെ ഇതിങ്ങനെയാന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനും നാട്ടിലുള്ളവർക്ക് ഇട്ട് കൊടുക്കാനല്ല വിഷയങ്ങൾ ഉണ്ടാക്കേണ്ടത്. പോയി ആ ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെല്ലാം തുറന്നു വിടും. നീയെല്ലാം കൂടെ ചെന്ന് തുറന്ന് വിട്ടിട്ട് വാ. എന്നിട്ട് വേണം നീയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ. നീയൊക്കെ അവിടെ ചെല്ല്. ആ സബ് ജയിലിൽ കിടക്കുന്ന കുറേ കള്ളന്മാരുണ്ട്, അവനെല്ലാം തുറന്നു വിടും. മേനകയെ കൊണ്ട് ഓടിയായിരുന്നല്ലേ അവൻ, പൾസർ സുനി. മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നല്ല. ഇവളെന്തിനാ അവൻ്റെ കാറിൽ കയറി ഇങ്ങനെ പോയി? അപ്പം അവളല്ലേ തെറ്റുകാരി? അവൾക്കല്ലേ ഇതറിയാവുന്നത്? അവൻ കയറിയതുകൊണ്ട് ദിലീപ് ജയിച്ചെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ പറയാം എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പീഡിപ്പിച്ചെന്ന് പറയാനേ പറ്റൂ. തെളിവില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യത്തില്ല. മനസ്സിലായ? അന്നേരം കോളുകളൊക്കെ ഉണ്ടാവും. പിന്നെ കഴിയുമ്പോൾ അങ്ങ് മാറും. പിന്നെ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നത് ഒരു DGP സന്ധ്യ, പിന്നെ ഒരു പൗലോസ്, പിന്നെ ഒരു ജയശങ്കർ അഡ്വക്കേറ്റ്. ഇവരൊക്കെ കയറി ഇവൻ്റെയൊന്നും വീട്ടിൽ കുടുംബങ്ങളില്ലേ? ഇവർക്കാർക്കും വീടും മക്കളും ഒന്നുമില്ലേ? അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരോടെ മാത്രം നിങ്ങൾ അണ്ണാ ചേച്ചി പിന്നെ മക്കളെ മോനേന്ന് വിളിക്കും. ആ റിയാസ് കൊല്ലത്ത് താമസിക്കുന്ന മാമ്മൂട്ടി, കേരളപുരം മാമ്മൂട്ടി എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. അവനെ ആര് തേണ്ടി? അവൻ്റെ അവൻ്റെ ഉമ്മയെ ചട്ടിയും കലവും കഴി അവനെ വളർത്തിക്കൊണ്ടത്. അവൻ എന്ത് യോഗ്യത പറയാൻ? ഒരാളെ പറയാനുള്ള യോഗ്യത സ്വയം ആലോചിക്കണം. ഈ യോഗ്യത എനിക്കുണ്ടോ ഒരാളിനെ പറ്റി പറയാൻ? ഞാൻ ഈ പ്രശ്നം കണ്ടിട്ടില്ല. ഒരു പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ് കേട്ടതാണ്. ഞാൻ ഇത് ക്രിസ്സാക്ഷി എൻ്റെ കണ്ണോ കാതോ കൊണ്ട് കേട്ടിട്ടില്ല. പിന്നെ ഞാനെന്തിനാ അത് പറയാൻ നടക്കുന്നത്? സത്യം ദൈവത്തിൻ്റെ കയ്യിലല്ലേ? ദൈവം തീരുമാനിക്കും. സത്യം ദൈവം തീരുമാനിച്ചുകൊണ്ടാണ് ദിലീപ് വെളി വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല വെളി വന്നത്. അയ്യോ ജഡ്ജിക്ക് കാശ് കൊടുത്ത് ഞങ്ങളൊക്കെ കേസ് നടത്തി. ജഡ്ജി ഞങ്ങളുടെ നിന്നങ്ങ് കാശ് മേടിച്ചില്ല.
കൊടുക്കണമായിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുത്താനായിരുന്നു. ജഡ്ജിക്ക് പണം കൊടുത്ത്, മറ്റേവർക്ക് പണം കൊടുത്ത്, പണത്തിൻ്റെ അപ്പുറത്തൂടെ പരന്നും പറയാം. നീയൊക്കെ എന്ത് പണം ഉണ്ടായിട്ടൊന്നും നടന്നില്ലേ? ദിലീപിനെ അകത്താക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇതിൻ്റെ പിറകിൽ ദിലീപല്ല, ഇതിൻ്റെ പിറകിൽ മറ്റുള്ളവരാണ്. ആ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി യൂട്യൂബിനകത്ത് കയറിയിരുന്ന് പണവും കൊടുത്ത് ഓരോ തെണ്ടികളെ കൊണ്ട് പോക്കൃത്തരം പറയിക്കുന്നത്. നീയൊക്കെ എന്നെ വിളിക്കുമായിരിക്കും, അവളെ ഇവളെന്ന് വിളിച്ചാൽ എനിക്കൊരു ചുക്കുമില്ല. നീയൊക്കെ എന്നെ വിളിച്ചാൽ കാരണം എന്താ പറയുക, അങ്കും പൊങ്കും ചങ്കരാന്തി ഇല്ലാത്ത നിൻ്റെ അടുത്തൊക്കെ ആരാടി സംസാരിക്കാൻ നടക്കുന്നത്? ഞങ്ങൾക്ക് റോഡി കാണാം, ചാണം വെള്ളം കലക്കി നിൻ്റെയൊക്കെ മോന്തയിലൊഴിക്കും. ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളൊക്കെ വീട്ടമ്മമാരാ. ഞങ്ങൾക്കറിയാം ഒരു കുടുംബത്തിൻ്റെ മാഹാത്മ്യം എന്തുവന്ന്. കുടുംബവും കൂടുമില്ലാതെ അന്യവൻ്റെ പണം കൊണ്ട് തിന്നു കൊടുത്ത് അറുമാദിച്ച് കഞ്ചാവ് അടിച്ച് കണ്ണി കണ്ടവൻ്റെയൊക്കെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുന്ന നിനക്കൊക്കെ എന്ത് ജീവിതം? നിനക്കൊക്കെ ഏതടിസ്ഥാനത്തിലാണ് ജീവിതമുള്ളത്? നീയൊക്കെ വീട് വെച്ച് ജീവിച്ചിട്ടുണ്ടോ? ഇത് യോഗ്യത ഉള്ളവർക്ക് സംസാരിക്കാനുള്ള അർഹതയുള്ളൂ, യോഗ്യതയില്ലാത്തവർക്ക് സംസാരിക്കാനുള്ള അർഹതയില്ല. അല്ലെങ്കിലും പണ്ടുള്ളവർ പറയും വിദ്യാഭ്യാസം കൂടുമ്പോഴേ വിവരം ഉണ്ടാവത്തില്ല. എന്ത് തോന്നിയ ദിവസവും കയറിയിരുന്നോണ്ട് പറയാം. എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുക, ഏത് രീതിയിൽ കൂടെ പോകണമെങ്കിൽ മുമ്പോട്ട് പോകാം. ഇതാണ് ലോകം. ഒരുത്തൻ അങ്ങ് തമിഴ്നാട്ടിൽ ആന വെറ്റാലേ 7 മലയാളത്തിലറിയും. മനസ്സിലായ? അതാ ലോകം. അതുകൊണ്ട് ദിലീപേ എന്നും പറഞ്ഞ് അവനെ എന്തെല്ലാം ആക്ഷേപിച്ചാലും നീ എല്ലാം കടന്ന് നശിച്ച്, നീ എല്ലാം വെണ്ണൂറടിച്ച്, നിൻ്റെ എല്ലാം കുടുംബം കുളം തോണ്ടിയില്ലെങ്കിൽ ദൈവം, അവിടാണ് ദൈവം. ആ ദൈവം അധികം കാലം കാത്തിരിക്കണ്ട, കാണാടി നിന്നെ എല്ലാം. നീയൊക്കെ ഒരുത്തിയല്ല, ഈ പറയുന്ന എല്ലാവളുമാരും അതിജീവിതം നല്ല മേക്കപ്പ് അടിച്ച് പുട്ടി അടിച്ച് ഇറങ്ങി വന്ന് നല്ല സൂപ്പറായിട്ടാണ് നടക്കുന്നത്. ഒരുത്തൻ പീഡിപ്പിച്ചാലേ ഹോസ്പിറ്റലിൽ പോകണം, പീഡനം നടന്നോന്നറിയണം, പിന്നെ ഡോക്ടർ അത് ഇത് ചെയ്ത് കൊടുക്കണം. എല്ലാം. ഞാനും ഒരു ഹോസ്പിറ്റൽ ജോലിക്കാരിയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് റേപ്പ് ചെയ്തവരെ കൊണ്ടുവന്ന് ചെയ്യുന്നതൊക്കെ. ഞാനും നോക്കി നിന്നിട്ടുണ്ട്. ഇതാണോ റേപ്പെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഇതിൽ കയറി ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ദിലീപ് റേപ്പ് ചെയ്തപ്പോഴേ, ദിലീപാണ് റേപ്പ് ചെയ്തത്. പൾസർ സുനി റേപ്പ് ചെയ്തില്ല, ദിലീപ് റേപ്പ് ചെയ്ത്. പൾസർ സുനിയും കൂടെ വന്നവന്മാരും ഒന്നും ചെയ്തില്ല. അവരെല്ലാം നല്ല ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ അവരെ ജാമ്യത്തിലെടുക്കുക നിങ്ങളെല്ലാവരും കൂടെ ചെന്ന്. അവരെ ശിക്ഷിച്ചപ്പോൾ കോടതി കയറിയെന്നുകൊണ്ട് പറയാറുന്നല്ല, അയ്യോ അവരെ ശിക്ഷിക്കരുത്, ദിലീപിനെ മാത്രം ശിക്ഷിക്കുക, അവനാണ് പ്രതി എന്ന് പറയാൻ തരുന്നത്. ദിലീപും ഭാവനയായിട്ട് ഒരു പ്രശ്നവുമില്ല, മഞ്ജു വാര്യരായിട്ട് ഒരു പ്രശ്നമില്ല. കണ്ടോണ്ട് നിൽക്കുന്നവർക്കാണ് കഴപ്പ് കൂടുതൽ, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കഴപ്പ്. ഈ കഴപ്പിന് എന്താണ് മറുപടി? നിന്നെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിക്കകത്തെ സബ് ജയിലിൽ കൊണ്ടിട്ട് നിന്നെല്ലാം കുനിച്ച് നിർത്തി നന്നാലിടിയിടിക്കാമെങ്കിൽ ഇതെല്ലാം പുറത്തു വരും. ആരാ ചെയ്യിക്കുന്നത്, ആരാ പറയിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ, എവിടെ ഇരിക്കുന്നത്, അത് കൊണ്ടുവരുന്നതിനാണ് നീയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നീയൊക്കെ ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ചെയ്തവരെ പിടിക്കും മക്കളെ. ലോകം എന്നും മാഞ്ഞു പോകത്തില്ല. കിഴക്ക് സൂര്യൻ ഉദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. മനസ്സിലായ? ആ അസ്തമയവും ഉദയവും എന്നും കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഭൂമി ജീവിക്കുന്നത്. ഈശ്വരൻ ഒരാൾക്ക് മാത്രമല്ല, ലോകപ്രപഞ്ചമാണ്. ശക്തി സ്വരൂപനാണ് ഈശ്വരൻ. സകലരുടെയും നന്മ ചെയ്യുന്നവൻ്റെ വിളി കേൾക്കും ദൈവം. മനസ്സിലായ? ശബരിമല അയ്യപ്പൻ്റെ കഥ അറിയാവോ? അതറിയാമോ ഇപ്പം നടക്കുന്നത്? എന്നതുപോലെ കട്ടാലേ എന്നാലും പിടിക്കപ്പെടും. സമൂഹത്തിൻ്റെ മുമ്പ് വിലയും നിലയുള്ളവർ കട്ടാലേ പിടിക്കപ്പെടും. അതുകൊണ്ടേ ദിലീപിന് പേടിക്കണ്ട. ദിലീപിന് കട്ടെങ്കിൽ ദിലീപിന് പേടിച്ചാൽ മതിയായിരുന്നല്ല, പോരായിരുന്നാ? കള്ളനെ കൂട്ടുപിടിച്ചോണ്ടേ നിരപരാധിയെ ശിക്ഷിക്കാൻ ഇറങ്ങിയാലേ ദൈവം നിന്നെയൊന്നും വെറുതെ വിടത്തില്ല. നിൻ്റെ എല്ലാം തലയിൽ കൂടെ പാണ്ടി ലോറിയെങ്കിലും കയറി ചാവും. അതിനൊക്കെ നീ കാത്തിരുന്നോടി. രണ്ടും കെട്ടവളുമാരെ അതിജീവിതയുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അതിജീവിതയ്ക്ക് ഭർത്താവുണ്ട്. ആരുമില്ലാതെ ഒരു പെണ്ണിനെ ഒരുത്തൻ എന്തെങ്കിലും ചെയ്താലേ അവൾ വീട്ടിലിരിക്കും. അവൾ ആരുടെയും മുമ്പിൽ ഇറങ്ങി വരത്തില്ല. അവളുടെ കൂടെ നിൽക്കുക ആളുകൾ. അങ്ങനെ ലോകം. ഇതെന്തോ ഇത്? പിറ്റേന്ന് ഷൂട്ടിങ്ങിനോടി, പിന്നെ കല്യാണം കഴിച്ച്, പിന്നെ ദിലീപ് എല്ലായിടവും ചെല്ലുന്നു. ദിലീപ് ഇന്ന് വരെ വാ തുറന്ന ഒരക്ഷരം ഒരുത്തരെക്കുറിച്ച് പോലും ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല. വേറെ വല്ലവന്മാരായിരുന്നെങ്കിൽ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയാനായിരുന്നു, എന്തെല്ലാം നടന്നേനെ ഈ ലോകത്ത്. നിനക്കൊക്കെ നാണമില്ലേടി ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ട്, യൂട്യൂബിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെറ്റത്തരം വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ കേൾപ്പിക്കാൻ? എടി എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ഉണ്ടല്ലോ 10% ആളുകൾ നിൻ്റെയൊക്കെ കൂടെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ദിലീപിൻ്റെ കൂടെ പോകും. മനസ്സിലായ? മഹാദേവനെ, ഏത് മഹാദേവനെന്നറിയാവാ? വടക്കുന്നാഥൻ. അവൻ്റെ കൂടെ തന്നെ കാണും. ഞങ്ങളും വടക്കുന്നാഥനെ സ്നേഹിക്കുന്നവരാ. അവൻ വടക്കുന്നാഥൻ അവനെ ഒരു തരത്തിലും വിഷമിപ്പിക്കത്തില്ല.
നീയൊക്കെ കണ്ട് കാത്തിരുന്ന് കാണ്. നിൻ്റെ എല്ലാം കണ്ണുകൾ കർത്താവ് പറഞ്ഞ നമുക്ക് ഒരുക്കി വേ. ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൾ ഒരുക്കി വെക്കണം, കാത് കേൾക്കാനായിട്ട് വെച്ചേക്കണം. എന്തിനാണെന്നറിയാം? സത്യം തിരിച്ചറിയാൻ. സത്യം പരമാർത്ഥമാണെങ്കിൽ അത് പുറത്ത് തന്നെ വരും. അത് ദിലീപ് ഒരിക്കലും ചെയ്യത്തില്ല. നീയെല്ലാം നിൻ്റെയൊക്കെ ഉപ്പുപ്പമാർ വന്നിരുന്നുകൊണ്ട് പറഞ്ഞാലും ചെയ്യത്തില്ല. നീയൊക്കെ എന്നെ ഇതിൽ കൂടെ ചീത്ത വിളിച്ച് ആക്ഷേപം പറഞ്ഞ്, എനിക്കറിയാം നിന്നെയൊക്കെ, എല്ലാം അറിയാം. ഡോറ നടന്ന രഞ്ജിയമ്മ അറിയാതെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. സൂര്യ എനിക്കറിയാം. പിന്നെ ഇതിനകത്ത് പെട്ടിട്ടുള്ള കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ റിയാസ് അറിയാം. അഖിൽമാരാരെ ചീത്ത വിളിച്ചിട്ട് അവനൊരു മൈരുമില്ല. എന്താണെന്നറിയാവാ? അവനെ 2 പെങ്കൊച്ചുങ്ങളെയും ഭാര്യയും നല്ല അന്തസ്സായിട്ടാണ് നോക്കുന്നത്. മനസ്സിലായ? ഒരു റീമ കല്ലിങ്കലും ഒരു ആഷിഫും ഒരു ആസിഫലി, ഇവനൊക്കെ ദിലീപിൻ്റെ കൂടെ അഭിനയിക്കാൻ ചെന്നില്ലെങ്കിൽ എന്താ ദിലീപ് അഭിനയിക്കത്തില്ലേ? ഞങ്ങളൊക്കെ ഇന്നും ദിലീപിൻ്റെ സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കുന്നത്. മനസ്സിലായ? പാവനെ ആര് കൊണ്ടുവന്നേ? പാവനെ ഊരെന്ന് ചിന്തിക്കണം, പാവനെ ഇരുന്ന് ഓർക്കണം. എടി, ഒരു പ്രശ്നം ഉണ്ടായാലേ അത് 4 ആളുകളുടെ ഇടയ്ക്കിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിന് വേണ്ടുന്ന വഴി ഒരുക്കണം. അതാ ചെയ്യേണ്ടത്. ഒരു സിനിമാ ലോകം കുട്ടിച്ചോവരാക്കി ആരുടെയും ജീവിതം ആർക്കും ജീവിക്കാൻ വയ്യാത്ത പരുവത്തി കൊണ്ടുവന്ന് ഒരു മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഇടയ്ക്ക് മഞ്ജു, അവളൊന്നുമല്ല, സൂപ്പർ സ്റ്റാർ ലേഡി, ഞങ്ങളുടെ ഉർവശിയാണ്. മനസ്സിലായ? സൂപ്പർ ലേഡി. ഒരു പാവാടയും പ്രാക്കും ഇട്ടുകൊണ്ട് വന്നു ഒരു മോളെ. എടി, അച്ഛൻ്റെ അവിടെ മോള് പോകണമെങ്കിൽ അതിൻ്റെ പിന്നെ ശക്തമായ കാരണങ്ങൾ കാണും. അമ്മേ നല്ലവളാണെങ്കിൽ പോരാടി മോളെ പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു. മനസ്സിലായ? അതാ അമ്മ. അപ്പം അമ്മ മഞ്ജു വാര്യർ നല്ലയാന്ന് പറയും. മഞ്ജു വാര്യർ പത്രത്തിൽ കൊടുക്കും, കുറേ മഞ്ഞ പത്രക്കാരിഞ്ഞിറങ്ങും പത്രത്തിനകത്തോട്ട്. പണം കൊടുത്ത് ഞങ്ങൾ പത്രം വായിക്കുന്നത് ഈ കണ്ട അപരാധികളെ കഥ വായിക്കാനല്ല. മഞ്ജുവും പാവനയും രണ്ടും നല്ലതാണ്. പണ്ട് ദുബായിൽ പാവനയ്ക്ക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നല്ല. ദുബായി ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതൊക്കെ. ആ ജീവിതശൈലിയൊക്കെ ഭാവന ഓർത്താലേ ഭാവനയ്ക്ക് മനസ്സിലാവും. സെലിബ്രിറ്റി, ഏത് സെലിബ്രിറ്റി? ഞങ്ങൾ സെലിബ്രിറ്റിയായിട്ട് കണ്ടിട്ടുള്ളത് ആരാന്നറിയാവാ? മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി സാറ്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് മുകേഷ് സാറ്, അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്. എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെ പേരും വെച്ച് അങ്ങ് ഇറക്കും കുറേ പെണ്ണുങ്ങൾ. ഒരുത്തൻ്റെയെങ്കിലും കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പഠിക്കുക. അപ്പം ജീവിതം പഠിക്കാൻ പറ്റും. അപ്പോഴാണ് മനസ്സിലാവുന്നത്. കേട്ടാ? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഞങ്ങൾക്കൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ എല്ലാം കാണുന്ന ഒരുത്തിയാണ്, സകലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഏത് ദുനിയാവിലും ചെന്ന് കയറാൻ ധൈര്യമുള്ളവളാണ് ഞാൻ ഒന്നിനും മാറത്തില്ല. മാറാത്തവളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. എടി, ആണുങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ അടി പെണ്ണുങ്ങൾക്ക് സുരക്ഷിത. അതിൽ നല്ലതും കാണും കെട്ടതും കാണും. മനസ്സിലായ? ഒരു പുരുഷൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് കടന്നുറങ്ങാം. ഒരു പുരുഷനുണ്ട്, അവൻ വെള്ളം അടിച്ചാലും പെണ്ണ് പിടിച്ചാലും ഏത് രാജ്യത്ത് പോയാലും അവൻ ഒരു അന്തിപ്പാരാത്രിക്ക് വീട്ടിൽ കയറി വരുമ്പം ഒരു ധൈര്യം ഒരു സ്ത്രീക്ക്. മനസ്സിലായ? സ്ത്രീകൾ തങ്ങളിൽ കല്യാണം കഴിച്ച്, സ്ത്രീകൾ തങ്ങളിൽ പ്രേമിച്ച്, സ്ത്രീകൾ തങ്ങളിൽ കെട്ടി കുറേ കാലം കഴിയുമ്പോഴേ ഒരു പട്ടിയും കാണത്തില്ല പുഴുത്ത് ചേർത്ത് നാര് കിടക്കുമ്പോൾ. ആണ് പെണ്ണായി, പെണ്ണാണായി, ഞങ്ങളുടെ ദുരിതം ഇങ്ങനായിരുന്നു, ഞങ്ങൾ അങ്ങനായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച്, ഞങ്ങളിങ്ങനെ ചെയ്തു, ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇതിനെല്ലാം നടന്നപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നിനക്കൊക്കെ പണം കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ഈ സെലിബ്രിറ്റി അവനെ ആർക്കാ എന്തുവാ ചെയ്യുന്നത്? വല്ലവർക്കും വല്ലതും ചെയ്തുകൊണ്ടേ 800 കോടിയൊക്കെ കൊടുത്തെന്ന് പറയുന്നത് പിന്നെ മഞ്ജു വാര്യർ. നമുക്കറിഞ്ഞൂടാ, ഓരോരുത്തർ പറയുന്നത് കേട്ടതാ. ആ 800 കോടിയിൽ നിന്നൊരു 5 കോടി ഉണ്ടെന്ന് ആ പിന്നെ വയനാട് കാട്ടി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാത്തത് മഞ്ജു വാര്യർ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ഞങ്ങൾ അംഗീകരിക്കാം. മഞ്ജു വാര്യർ പൈസ എല്ലാം സമ്പാദിക്കുന്നത് സാധുക്കൾക്ക് വേണ്ടിയാന്ന് പറയാം. നിനക്കൊക്കെ വേറെ തൊഴിലില്ല. സെലിബ്രിറ്റി ജനം പറയണം അവർ നല്ലതോ ചീത്തയോ എന്ന്. ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ പണം കൊണ്ടാണ് സിനിമ ഉണ്ടാവുന്നത്. ആ പണം കൊണ്ടാണ് നീയെല്ലാം ജീവിക്കുന്നത്. ആ പണം മേടിച്ച് വെച്ചുകൊണ്ട് ആ ജനങ്ങളെ തന്നെ കല്ലെറിയരുത് ഇരുന്നുകൊണ്ട്. മനസ്സിലായ? അല്ലാതെ ഈ ചെറ്റത്തരവും പറഞ്ഞുകൊണ്ട് യൂട്യൂബിനകത്ത് വരുന്ന ആ ജയശങ്കർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, ഇവനൊക്കെ ഒരു അഡ്വക്കേറ്റാണ്. ഇവനൊക്കെ വീട്ടിൽ വേലയില്ലേ? എൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അറിയായിരിക്കും എങ്ങനെയാന്ന്. ഇവനൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു ഉളുപ്പില്ലാതെ? എങ്ങനെ ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കുന്നത്? ഓ, തൊലിക്കട്ടി അപാരം ആണുങ്ങൾക്ക്. ഇത്രയും നുണയന്മാരായ ആണുങ്ങളെ ഭൂമി കിട്ടത്തില്ല. ഇത്രയും നുണയന്മാരായ ആണുങ്ങളെ ഭൂമി കാണത്തില്ല. ആണുങ്ങൾ നുണ പറയും ആവശ്യത്തിന്. ഓ, ഇത് അസാധ്യ നുണയായിപ്പോവും. നുണ പറയുന്നതിന് ഒരു ഉളുപ്പില്ലാതെ. ഇപ്പോൾ വേറൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, ഏതോ ഒരു തൊലിഞ്ഞ ഒരുത്തൻ. അവനും ഇങ്ങനെ ദിലീപ് അത് ചെയ്ത് ഇവൻ്റെ പെങ്ങളെ പിഴപ്പിച്ചാ ദിലീപ്. എടാ, ഞാൻ ഇത്രയും 19 വയസ്സാണ്, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല
ദിലീപിൻ്റെ പേരിൽ ഒരു തെറ്റ്. ആദ്യമായിട്ട് കേട്ടതാണ് ഈ കഥ. അപ്പം ഞങ്ങളെല്ലാവരും വിധിച്ച് ഇത് വെറുതെയാന്ന്. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി ചെയ്യത്തില്ലെന്ന്. 60 വർഷമുള്ളവർ, 75 വയസ്സുള്ളവരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, 80 വയസ്സുള്ളവരുമുണ്ട് വീട്ടിൽ. അവരാരും കേട്ടിട്ടില്ല ദിലീപിനെ കുറിച്ച് ഒരു ചീത്ത തരാം. ബാക്കി എല്ലാവരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ആ ദിലീപിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ ആലോചിക്കണം മക്കളെ ഇരുന്നുകൊണ്ട്. നിൻ്റെ എല്ലാം ഗതി അധോഗതിയാണ്. നിനക്കൊക്കെ സമയം അടുത്ത്. അതുകൊണ്ടാണ് നീ എല്ലാം കയറി ഇനി വന്നേ. ഭാഗ്യലക്ഷ്മി എന്നും ഇങ്ങനെ ഇരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? മുടി അടിച്ചിട്ട് ആട്ടി നടക്കുമെന്ന്. സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ചെന്നേ പച്ച ചീത്ത വിളിക്കാനേ. ഇവളെയൊക്കെ പാസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാലേ വെറും ചെറ്റകൾ. ഈ എത്രയോ പെണ്ണുങ്ങൾ തൊഴിലുറപ്പ് ജോലി ചെയ്തും ഹോട്ടൽ ജോലി ചെയ്തും കടകളിൽ ജോലി ചെയ്തും കഷ്ടപ്പെട്ട് കുടുംബങ്ങൾ നോക്കി അധ്വാനിച്ച് ജീവിക്കുന്നു. എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നു. എത്രയോ പുരുഷന്മാർ കടന്ന് ജീവിക്കുന്നു. നിനക്കൊക്കെ നാണമില്ലേടി ഇങ്ങനെ കയറിന്ന് ഓശാരത്തിന് പണവും മേടിച്ചുകൊണ്ട് കയറിന്ന് ഇങ്ങനെ പ്രസംഗം നടത്താൻ? അലവലാതിയുള്ള ഒരു ഫോൺ എന്ന് വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇത്. ഒരു ദിലീപ് അവൻ എന്തെല്ലാം പേരിട്ടാണ് വിളിക്കുന്നത്. അവൻ പെണ്ണ് പീഡന കേസിൽ പ്രതിയൊന്നുമല്ല. ഇന്നുവരെ കേൾവി പോലും ഇല്ലാത്തതാ. അലവരാതികളെ, നിനക്കൊക്കെ അവനെ അകത്താക്കി തൂക്കി കൊല്ലണം. അതിനാ നീയെല്ലാം രണ്ടും കെട്ട് ഇറങ്ങി നടക്കുന്നത്. കാണാവടി നിൻ്റെ എല്ലാം കഥ. അലവരാതി ചെറ്റകളെ നിനക്കൊക്കെ വെച്ചിട്ടുണ്ട് ഈശ്വരൻ.